ഗുഡ് മോർണിംഗ്. പക്ഷേ എങ്കിൽ രാവിലെ എത്ര നല്ല ദിവസമല്ല കേട്ടോ. രാവിലെ തന്നെ വാട്സപ്പിലേ ഇങ്ങനെ മെസ്സേജ് ഒരു ചേച്ചി വിളിച്ച് ആ മെസ്സേജ് നോക്കിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്നൊരു മെസ്സേജ് വന്നു കേട്ടോ. വാട്സപ്പ് 24 ഹവറിലേക്ക് സ്റ്റോപ്പ് ചെയ്തു. ഇത് കേട്ടോ, ഇപ്പം എൻ്റെ വാട്സപ്പ് തുറന്നു കഴിയുമ്പോൾ ഒന്നും കാണുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇത് 24 മണിക്കൂറത്തേക്ക് ഇനി അനങ്ങൂലെന്നാണ് പറഞ്ഞത്. അതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും തേനിൻ്റെ പൈസ എത്രയാണെന്നൊക്കെ ചോദിച്ച് എൻക്വയറി ഒക്കെ ചോദിച്ചായിരുന്നല്ലോ. അന്നേരം കുറച്ചധികം പേർക്ക് മെസ്സേജ് അയച്ചു പോയതുകൊണ്ട് അത് 24 മണിക്കൂറത്തേക്ക് അനങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും സാധനം ചോദിച്ചാൽ അവർക്ക് നമ്മൾ ഇപ്പം എല്ലാവരുടെയും തന്നെ നാളെ അങ്ങ് പോയി തീരുവാറുന്നേ. അന്നേരം ഇത് അനങ്ങാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ടൈപ്പ് ചെയ്യാനും അഡ്രസ്സ് എടുക്കാനും ഒന്നും പറ്റുന്നില്ല. ആകെ മൊത്തത്തിൽ പെട്ടിരിക്കുക. പക്ഷെ അന്നേരം ഒന്നാമത് ഈ ഓൺലൈനിലെല്ലാം അപ്പടിയും തട്ടിപ്പായതുകൊണ്ട് ഈ പൈസ തന്നവർ എന്നോട് ചോദിക്കുകയല്ലേ, ഇനി ആനിയമ്മ എങ്ങാനും തട്ടിപ്പാണോ, ഇവരിനി സാധനം അയക്കാത്തതുകൊണ്ട്. അല്ല കേട്ടോ, വേറെ വഴിയില്ല. വാട്സപ്പ് 24 മണിക്കൂറത്തേക്ക് അനങ്ങുന്നില്ലേ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഇത് കാണുന്ന കുറച്ച് പേർക്ക് തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ വേറെ ഒരു നമ്പറുണ്ട്, നമ്മുടെ വീട്ടിലെ തന്നെ ഒരു നമ്പറാണ്. അതിൻ്റെ അകത്ത് കുറേ മെസ്സേജ് ഒന്നും വന്നാലൊന്നും താങ്ങുന്ന കപ്പാസിറ്റി ഉള്ള ഫോണൊന്നും അല്ല കേട്ടോ. ആ നമ്പർ ഞാൻ ഈ കൂടെ കൊടുത്തേക്കാവേ. ഇനി ആരെങ്കിലും അതിനകത്ത് മെസ്സേജ് അയക്കുന്നതിന് പകരം നാളെ രാവിലെ ആകുമ്പോൾ ഇത് റെഡി ആവുമെന്നാണ് പറഞ്ഞത്. 7:30 എങ്ങാണ്ടായപ്പോഴാണ് ഇത് അങ്ങനെ ആയിപ്പോയത്. അപ്പം നാളെ രാവിലെ 7:30 ആകുമ്പോൾ റെഡി ആവുമല്ലോ. അന്നേരം നമുക്ക് പിന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാമല്ലോ. അയ്യോ, എന്നാലും ഇതൊക്കെ നിന്ന് പോയാൽ ഇത്രയും പാടുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ പൊന്നു കൂടപ്പുറപ്പം എനിക്ക് വേല. എന്നാണേലും ഞാൻ ഇതിനകത്ത് വേറൊരു നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അപ്പം അത്യാവശ്യം എന്തെങ്കിലും അങ്ങനെ അത്യാവശ്യക്കാരുണ്ടാവുമല്ലോ. അപ്പം എനിക്ക് ഇന്നലെയൊക്കെ മെസ്സേജ് അയച്ചില്ല. അത്യാവശ്യമുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഒരു മെസ്സേജ് അയക്കണേ, ഞാൻ നമ്പർ തരാം കേട്ടോ. ഞാൻ അത് നോക്കിക്കോളാവേ. എന്നിട്ട് ഇതിനകത്തുള്ള എല്ലാവർക്കും ഞാൻ നാളെ രാവിലെ ഇത് റെഡിയായി കഴിയുമ്പോൾ സാധനം അയച്ചു തരാം കേട്ടോ. അതെല്ലാവരോടും തേൻ്റെ കാര്യമെല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അത് നിന്നു പോയതാട്ടോ. അങ്ങനെ ഒരു പണി കിട്ടിയെന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പണി കിട്ടുന്നത്. എന്താണാവോ. എല്ലാ ദിവസവും ദുഃഖവെള്ളിയാഴ്ച അല്ലല്ലോ, ഈസ്റ്ററും വരും. അപ്പം നാളെ റെഡിയാകുമ്പോൾ നമുക്ക് റെഡിയാക്കാം. എന്തായാലും എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, എന്നാന്ന് അറിയത്തില്ല. ഇത് പറയണമല്ലോ എന്ന് ഓർത്തൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ബൈ ബൈ, നാളെ രാവിലെ കാണാം.